അനുഭവിച്ച ഒരു ഭക്തനാണ് ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ, അഥവാ എങ്ങനെ നമുക്ക് ശത്രുവിന്റെ മുമ്പിൽ ഒരു മേശ അനുഭവിക്കാം, എങ്ങനെ നമുക്ക് നന്മയും കരുണയും നമ്മുടെ പിന്തുടരുന്ന നന്മയും കരുണയും പിന്തുടരുന്ന അതിനെ നമ്മൾ പിന്തുടരണ്ട, അത് നമ്മളെ പിന്തുടരും. അങ്ങനെ ഒരു ജീവിതം എങ്ങനെ പ്രാപിക്കാം? സ്തോത്രം. ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ായിരിക്കും ഈ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളുടെ നടുവില് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തില്, കർത്താവ് ഭക്തന്മാരില്ലാതെ പോകുന്ന ഈ കാലഘട്ടത്തില്, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തില്, എന്റെ ദൈവമായ കർത്താവെ, ഇന്ന് കൂടിവരുവിന് നടുവിലുള്ള ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാണുകയും ഞങ്ങളുടെ മേലുള്ള പൈശാചിക പ്രവൃത്തികളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ സഭയിലുള്ള, ശുശ്രൂഷയിലുള്ള പൈശാചിക പ്രവൃത്തികളെ അവിടുന്ന് അഴിച്ചു കളയുകയും അപ്പോൾ തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മേൽ കരം വെച്ച് ഞാൻ പണി പാതാള ഗോപുരം ജയിക്കത്തില്ല എന്നരുളി ചെയ്ത കർത്താവ് ഞങ്ങളെ പണിയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് അഗ്നിങ്ങളിൽ വിശ്വസന, അവിടുന്ന് പണിയും. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആ പണിയുടെ കാര്യം നീട്ടി ഇന്ന് രാത്രി കാലവും ഒരു ഇമ്പകരമായ ശബ്ദത്തിലൂടെ പണിയണം, ആത്മശക്തിയിലൂടെ പണിയണം. ദൂതന്മാരുടെ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവും ദൈവരാജ്യത്തിന്റെ സമൃദ്ധിയും ഈ പണിക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കും. ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, കണ്ണുകളെ തുറക്കണം. ആമേൻ. കർത്താവിലേക്ക് ആവശ്യമായ വഴി വ്യക്തമാക്കി തരണം യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് ചിന്തിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന 23-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. വളരെ ലളിതമായിരിക്കുന്ന ചില ചിന്തകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. 23-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നമുക്ക് മുമ്പോട്ട് കടന്നു പോകാൻ തക്കവണ്ണമായി മാർഗനിർദ്ദേശം തരുന്ന, പടിപടിയായി നമ്മളെ ശത്രുവിന്റെ മുമ്പിൽ നിർത്തുന്ന, ജയകരമായി നിർത്തുന്ന, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്ന ഒരു വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം പറയാം. നമുക്കറിയാം, ഒരു ഇടയച്ചെറുക്കനായി മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് അനുഭവത്തിൽ കിടന്ന ദാവീദ് ശത്രുവിന്റെ മുമ്പാകെ മേശ അനുഭവിക്കുന്ന അവസ്ഥയില്, അപ്പോൾ തന്നെ നന്മയും കരുണയും ആയക്കാലമൊക്കെയും പിന്തുടരുന്ന അവസ്ഥയിൽ താൻ മാറി. അങ്ങനെ മാറിയ ദാവീദ് ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഒരു തലം ആഗ്രഹിക്കുന്ന, ഒറ്റപ്പെട്ട, ആരും സഹായിക്കാനില്ലാത്ത, എല്ലാവരാലും തള്ളൽ അനുഭവിക്കുന്ന, എല്ലാവരും അവൻ ഒതുക്കിയിട്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ശരിയായിരിക്കുന്ന അനുഗ്രഹ പാതയിലെ കാൽച്ചുവട് ദാവീദ് പറഞ്ഞു തരിക. നമ്മുടെ ജീവിതം ശരിയായിരിക്കുന്ന ജയജീവിതമാകാനുള്ള കാൽച്ചുവട് ദാവീദ് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുക. ഒന്നാമത്, ആ സങ്കീർത്തനം തുടങ്ങുന്നതിന് നമുക്കറിയാം, യഹോവ എന്റെ ഇടയനാകുന്നു. ഇവിടെ നമ്മൾ ഓരോരുത്തരും ആ വാക്യം ഏറ്റു പറയാറുണ്ട്, മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഒരു വാക്യം പറയാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വാക്യം യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല.
സത്യത്തിൽ ആ വാക്യത്തിന്റെ ഒരു രഹസ്യം, ആ വാക്യത്തിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, നാം ഇടയനെ സെലക്ട് ചെയ്യുകയല്ല, ഇടയൻ ആടുകളെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഇടയനെ കണ്ടുപിടിച്ചതല്ല. ഭൂമിയിൽ ഒരാടെ അടുക്കൽ ചെന്നിട്ട് ഇനി നാളെ മുതൽ നിങ്ങൾ എനിക്ക് ഇടയനാകണം എന്ന് പറയത്തില്ല. മറിച്ച് ഇടയനാണ് ഇറങ്ങിച്ചെന്ന് ആ ആടിനെ വില കൊടുത്തു വാങ്ങി തൻ്റേതാക്കുന്നത്. ഇവിടെ നമുക്ക് ആർക്കും ഇറങ്ങിച്ചെന്നേച്ച് യഹോവേ ഞാൻ അങ്ങയെ ഇനി മുതൽ ഇടയനാക്കുക എന്ന് പറയാൻ ഒക്കത്തില്ല. മറിച്ച് ആമേൻ, യേശു പറയുന്നത് പോലെ, ആമേൻ, നമ്മൾ യേശുവിനെ കണ്ടെത്തിയതല്ല, യേശു നമ്മളെ കണ്ടെത്തിയതാ. നാം ഒരിക്കലും ദൈവത്തെ കണ്ടെത്തിയതല്ല, മറിച്ച് ദൈവം നമ്മെ കണ്ടെത്തിയതാ. അതുകൊണ്ട് തുടക്കത്തിലെ ഒരു കാര്യം പറയാം, ദൈവമാണ് നമ്മെ കണ്ടെത്തിയതെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ അവസാനിപ്പിക്കാതെ ദൈവം വിശ്രമിക്കത്തില്ല. ഇടയൻ കണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ കഴിവല്ല, നമ്മൾ തെരഞ്ഞെടുത്തതല്ല, മറിച്ച് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതാ. നമ്മൾ അഭിമാനത്തോടെ ചങ്ക് വിരിച്ച് അവൻ ശബ്ദമുയർത്തി കൈ ഉയർത്തി നമ്മൾ പറയും യഹോവ എന്റെ ഇടയനാകുന്നു എന്ന്. വാസ്തവത്തിൽ അവൻ ദൈവമാ പറയുന്നത്, നീ എന്റെ ആടാണ് കേട്ടോ, അതുകൊണ്ട് നിനക്കൊരു മുട്ടും വരത്തില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, അമ്മ, നമുക്ക് സന്തോഷത്തോടെ പറയാം യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ട് വരത്തില്ലെന്ന് പറയാം. അത് പറയുമ്പം അതിനകത്ത് ഒരു രഹസ്യം ഓർത്തോണം. നമ്മൾ തെരഞ്ഞെടുത്തതല്ല, മറിച്ച് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ബാലസിംഹങ്ങളിൽ കിട്ടാതെ വിശന്നിരിക്കും എങ്കിലും യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, തടാകത്തിന്റെ അക്കരയ്ക്ക് നമുക്ക് പോകാം, നമുക്ക് തടാകത്തിനക്കരയ്ക്ക് പോകാം. ഇവിടെ അക്കരയ്ക്ക് നമുക്ക് പോകാം എന്ന് പറയുന്നത് യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പോട്ടുള്ള യാത്രക്കിടയിൽ അവൻ കൊടുങ്കാറ്റുകൾ വരും, തിരമാലകൾ അകത്തു കയറും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. പക്ഷെ ഓർത്തോണം, ആമേൻ, യേശു നിങ്ങളോട് പൊക്കോളാൻ പറയുകയല്ല, എന്നോട് പൊക്കോളാൻ പറയുകയല്ല, നമുക്ക് പോകാം, ഞാനും നിങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. സോ കർത്താവ് നമ്മളോട് പറഞ്ഞത്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യഹോവ എന്റെ ഇടയനാണ്. സ്വന്തം കർത്താവ് നമ്മുടെ ഇടയനായി കൂടെയുണ്ട്. പോകുന്ന വഴിയിൽ കൂരിരുകളുണ്ട്, പോകുന്ന വഴിയിൽ ശത്രുക്കളുണ്ട്. എന്നാൽ അതിന് നടുവിൽ കർത്താവ് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇതിനിടയിൽ കർത്താവ് പറഞ്ഞ പദം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. ആമേൻ, ആ തടാകത്തിന്റെ കാഭാഗം പോകാമെന്നല്ല, അരഭാഗം പോകാമെന്നല്ല, അക്കരയ്ക്ക് പോകാമെന്ന യേശു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ 25 വർഷമല്ല, നമ്മുടെ ജീവിതത്തിന്റെ 50 വർഷമല്ല, നമ്മുടെ ആയുസിന്റെ മുഴുവൻ കാലവും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഭവനത്തിൽ എത്തിക്കുന്ന നല്ല ഇടയന നമ്മളെ തെരഞ്ഞെടുത്തത്. അത് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കുഞ്ഞെ, എന്നെ വിളിച്ചത്, മക്കളെ, സഹോദരങ്ങളെ, അഭിഷിക്തരെ നമ്മളെ വിളിച്ചത് സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയാനല്ല. തിരമാലകൾ വരുമ്പോൾ, കടല് ഇരച്ചു കയറുമ്പോൾ, കാറ്റ് നമുക്ക് പ്രതികൂലമാകുമ്പോൾ താഴ്ന്നു പോകും, നശിച്ചു പോകും എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഓർത്തോണം, യേശു പറഞ്ഞത് ആ തടാകത്തിന്റെ അടിയിലേക്ക് പോകാമെന്നല്ല, പകുതി വരെ പോകാമെന്നല്ല, കാഭാഗം പോകാമെന്നല്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന. അതുകൊണ്ട് തന്നെ ഓർത്തോണം,
ഈ ഇടയൻ നമ്മളെ കണ്ടെത്തിയെങ്കിൽ നമ്മളെ അക്കരെ എത്തിക്കുന്നോടം വരെ ഈ കർത്താവ് കൂടെയുണ്ട്. പകുതി വരെയല്ല, ആയുസ് 10 വർഷമല്ല, 20 വർഷമല്ല, 30 വർഷമല്ല, യൗവനകാലത്തിൽ മാത്രമല്ല, അമ്മ സ്വതന്ത്ര ചോരത്തിളപ്പുള്ള അമ്മ രക്തമൊക്കെ നന്നായി തിളയ്ക്കുന്ന പ്രായത്തെ മാത്രമല്ല, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ചുമക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് അവസാനത്തോളം കൂടെ ഉണ്ടായി. ഒന്നാമത്തെ സന്ദേശം നമ്മൾ തെരഞ്ഞെടുത്തതല്ല, നമ്മളെ തെരഞ്ഞെടുത്തതാ. ഈ രണ്ടാമത് അതിനകത്ത് ഒരു സന്ദേശം എന്ന് പറയുന്നത് പച്ചയായ ഉൾപ്പുറങ്ങളിൽ കർത്താവ് കിടത്തുന്നു എന്നുള്ളതാണ്. കർത്താവ് കിടത്തുന്നത് പച്ചയായ ഉൾപ്പുറങ്ങളിൽ കർത്താവ് എന്നെ കിടത്തുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, ശരിയായ ക്രിസ്തീയ ജീവിതത്തിന്റെ ചുവടുകൾ മനസ്സിലാക്കണം. ശരിയായ ക്രിസ്തീയ ജീവിതം, ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കണം. പലപ്പോഴും ശരിയായ അടിസ്ഥാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പല വീടുകളും മെച്ചപ്പെട്ട രീതിയിൽ പണം ഉയർത്താൻ പറ്റാത്തത്. പല വീടുകളിലും മെച്ചപ്പെട്ട രീതിയിൽ പണം ഉയർത്താൻ പറ്റാത്തതിന്റെ കാര്യം അതിന്റെ എഞ്ചിനീയർ വന്നിച്ച് പറയും, ഈ അടിസ്ഥാനത്തിൽ ഇത്രേ പണിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇത് കൂടുതൽ പണിയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചവരായിരിക്കും. ചിലരൊക്കെ മുകളിലോട്ടൊരു നിലയും കൂടെ പിടിക്കണം എന്ന് ആഗ്രഹിച്ചു കാണും, അല്ലെ രണ്ടാമതൊരു നിലയും കൂടെ പിടിക്കണം എന്ന് ആഗ്രഹിച്ചു കാണും. അങ്ങനെ പക്ഷെ എന്തോ ചെയ്യാനാ, അടിസ്ഥാനം ഇട്ടപ്പോൾ അതിനനുസരിച്ചുള്ള അടിസ്ഥാനം ഇടാതിരുന്നത് കൊണ്ട് മുകളിലോട്ട് പണിയാൻ പറ്റാതെ വന്ന ദുരവസ്ഥ വന്നവരാരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ വന്നത്. ഇതുപോലെയാ ക്രിസ്തീയ ജീവിതത്തിനകത്ത് പലരുടെയും പ്രശ്നം ഇതാ. ശത്രുവിന്റെ മുമ്പാകെ മേശയെ അനുഭവിക്കേണ്ട ഭക്തര്, നന്മയും കരുണയും ആയുസ്സിൽ മുഴുവൻ പിന്തുടരേണ്ട ഭക്തര്, അലഞ്ഞു നടക്കുന്ന, പരാതി പറയുന്ന, പിറുപിറുക്കുന്ന, സ്വതം തോറ്റുപോയ പല അനുഭവങ്ങളിലും വരാനുള്ള കാരണം അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ പറയുക, ആമേൻ, ഞാൻ കുഞ്ഞെ നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തിപ്പെടുത്താൻ പച്ച പുൽപ്പുറങ്ങളിൽ കിടത്തുക. പുൽപ്പുറവും പച്ച പുൽപ്പുറവുമുണ്ട്. ഒരിക്കൽ കൂടി പറയാം, പുൽപ്പുറവും പച്ച പുൽപ്പുറവുമുണ്ട്. സ്തോത്രം. ശയ്യാപ്രവാചകൻ പറഞ്ഞ ഒരു വാക്യം പത്രോസ് അപ്പോസ്തലൻ എടുത്തെഴുതുന്നുണ്ട്. ആ എടുത്തെഴുതുന്ന വാക്യം ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാ, 1 പത്രോസ് 1-ാം അധ്യായം 24-25 വാക്യം. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗി പുല്ലിലെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂതിർന്നു പോയി. അടുത്തത്, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇനി ഒരു വാക്യം കൂടെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഏൽപ്പിക്കാം. 32-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. സ്തോത്രം. അതിങ്ങനെ പറയുന്നു, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്റെ മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്റെ മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ എന്തിനാ ഈ വാക്യം വായിച്ചെന്നുള്ളത് ഇനി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. പുൽപ്പുറമുണ്ട്. പുൽപ്പുറം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവിടെ ആമേൻ ആ പുൽപ്പുറത്തില് മാടും. അവിടുത്തെ മനോഹരമായിരിക്കുന്ന ഭംഗി പോലും മുതിരും. എന്നേക്കും നിലനിൽക്കാൻ ഇവർക്ക് പറ്റത്തില്ല. സ്തോത്രം. അതാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരാശിയെ നോക്കിയിട്ട് അവനെ കുറിച്ചെല്ലാം പ്രവാചകൻ പറയുക, ഇതെല്ലാം പുൽപ്പുറത്തിലെ പുല്ല് പോലെയാ, അതെല്ലാം വാടിപ്പോകും. അതിനകത്ത് ഏറ്റവും സുന്ദരനായ, ഏറ്റവും ശക്തനായ, ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും സമ്പന്നനായ, ഏറ്റവും ആരോഗ്യമുള്ള, എല്ലാ നിലയിലും അഭിവൃദ്ധി പ്രാപിച്ചവര് പോലും അതിലെ പൂ പോലെയാണ്. ആ പുല്ലുതിരും, പൂവാടും. സ്തോത്രം. എന്ന് പറയുകയാണ്, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വചനം. അപ്പോ ഉതിർന്നു പോകുന്ന, വാടിപ്പോകുന്ന മനുഷ്യരാശിയുടെ ഇടയിൽ വാടിപ്പോകാത്ത, ഉതിർന്നു പോകാത്ത ഒരു പച്ച പുൽപ്പുറമുണ്ട്.
സകല മനുഷ്യരാശിയും ചേർത്തുകൊണ്ട് ദൈവം പറയുക അതെല്ലാം പുൽപ്പുറവാകട്ടോ. അവർക്കൊന്നും ഈ വചനം വേണ്ട. അവരുടെ ജീവിതത്തിലൊന്നും ഈ എന്നേക്കും നിലനിർത്തുന്ന വചനം അവർക്ക് ആവശ്യമില്ല. അവർക്ക് സമ്പത്ത് മതി, അവർക്ക് കഴിവുകൾ മതി, അവർക്ക് പുറകിൽ പിൻബലത്തിന് ആൾക്കാർ മതി, അവർക്ക് സ്കില്ലുകൾ മതി, അവർക്ക് പ്രസ്ഥാനങ്ങൾ മതി, അവർക്ക് കെട്ടിടങ്ങൾ മതി. പക്ഷേ സ്തോത്രം, എന്റെ വചനമായി എന്നേക്കും നിലനിൽക്കുന്നത് ഒരു കെട്ടിടവും എന്നേക്കും നിലനിൽക്കത്തില്ല, ഒരു പ്രസ്ഥാനവും എന്നേക്കും നിലനിൽക്കത്തില്ല, ഒരു രാജ്യവും എന്നേക്കും നിലനിൽക്കത്തില്ല, ഒരു ഡോളറും ഒരു കറൻസിയും എന്നേക്കും നിലനിൽക്കത്തില്ല. എന്നേക്കും നിലനിർത്തുന്നതും ദൈവത്തിന്റെ വചനമാണ്. അതാ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നവൻ. പച്ചപ്പുൽപ്പൂർവം എന്ന് പറഞ്ഞാൽ എന്നതാ? എന്നേക്കും നിലനിൽക്കുന്നവരുടെ കൂട്ടമാണ്. അതിനാ ആവർത്തന പുസ്തകത്തിലെ വാക്യം വെച്ചത്, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പുല്ലിൽ പൊടിമഴ പോലെയും സസ്യത്തിന്റെ മേൽ മാരി പോലെയും ചൂരിയും. അർത്ഥാൽ കുഞ്ഞെ, യഹോവ നമ്മുടെ ഇടയനാണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ, അത് ഉറപ്പായെങ്കിൽ, അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, ദൈവം നിങ്ങളെ നടത്തുന്നത് വചനത്തിലേക്ക്, ഉപദേശത്തിലേക്ക്. ആ മഴ അനുഭവിക്കാൻ, ആ മഴ അനുഭവിച്ചാലേ നമ്മൾ പച്ചപ്പുൽപ്പുറമാകത്തുള്ളൂ. ആ മഴ അനുഭവിച്ചില്ലെങ്കിൽ വെറും പുല്ലായി പോകും. പ്രശ്നങ്ങൾ വരുമ്പോൾ മാടിപ്പോകും, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉതിർന്നു പോകും. എത്ര പ്രശസ്തനായാലും ശരി, എത്ര ശക്തനായാലും ശരി, സ്തോത്രം, എത്രമാത്രം ജനത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ശരി, സ്തോത്രം, മറ്റുള്ളവരെല്ലാം നമ്മെ നോക്കി ഒരു ചരിത്രമായെന്ന് പറഞ്ഞാലും ശരി, സ്തോത്രം, മുതിർന്നു പോകും, മാടിപ്പോകും. പക്ഷെ എന്നേക്കും നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനം. അത് മഞ്ഞുപോലെ, മാരി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റെടുത്താൽ എന്നേക്കും നിലനിൽക്കാം. ഇനി പറയട്ടെ, വേദപുസ്തകത്തിനകത്ത് 66 പുൽപ്പുറങ്ങളുണ്ട്. ഈ 66 പുൽപ്പുറങ്ങളിലും തമ്പുരാൻ നമ്മളെ കിടത്തും. അതിനകത്തേക്ക് ആരാ ഉള്ളതെന്ന് അറിയാമോ? 66 പച്ചപ്പുൽപ്പുറം. 66 പച്ചപ്പുൽപ്പുറങ്ങളിൽ ആരാ ഉള്ളതെന്ന് അറിയാമോ? അവിടെയൊക്കെ ജീവനുള്ളവരുണ്ട്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നോക്കിയിട്ട് ദൈവം പറഞ്ഞത്, ഞാൻ മരിച്ചവരുടെ ദൈവം അല്ല കേട്ടോ, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. അർത്ഥാല് അവരൊക്കെ ഈ ഉപദേശം കേട്ട്, അവരൊക്കെ ഈ വചനം കേട്ട്, അവരൊക്കെ ഈ മഞ്ഞ് അനുഭവിച്ച്, അവരൊക്കെ ഈ മഴ അനുഭവിച്ച് പച്ച പുൽപ്പുറമായി നമുക്കെല്ലാവർക്കും അവരിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം, അവരിലൂടെ ഉപദേശം അനുഭവിക്കത്തക്കവണ്ണം, അവരുടെ ജീവിതം പാഠമാക്കത്തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കത്തക്കവണ്ണം, അവരുടെയൊക്കെ ഇടയില ജീവനുള്ള ദൈവം, നല്ല ഇടയിൽ നമ്മളെ കിടത്തിയിരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട്. നമ്മളെ കിടത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? നല്ല ജീവനുള്ള സാക്ഷികളുടെ ഇടയില. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. കുഞ്ഞെ, പ്രതികൂലം വരത്തില്ലെന്നല്ല, പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നല്ല, വെല്ലുവിളികൾ ഉണ്ടാകത്തില്ലെന്നല്ല, അത് ഉണ്ടാകുമ്പോ അതിജീവിക്കാൻ വേണ്ടി ആ പച്ചപ്പുൽപ്പുറത്തിൽ കടത്തുന്നത്. നോക്കിക്ക്, ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് സകല ഭക്തന്മാരും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും സ്വതന്ത്രം തെറ്റിപ്പോയ അനുഭവങ്ങളിലും പ്രലോഭനങ്ങളിൽ വീണുപോയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാ. സ്തോത്രം. അവരുടെയൊക്കെ ജീവിതത്തിൽ പാപത്താലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അനുസരണക്കേടിനാൽ വന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ ക്ഷാമം അനുഭവിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ കഴുമരങ്ങളും തീക്കുണ്ടങ്ങളും സിംഹക്കുഴികളും എല്ലാം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവരവിശ്വസിച്ചിട്ടുണ്ട്, അവരസത്യം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ദൈവത്തിന്റെ ഉപദേശത്തിന്, ദൈവത്തിന്റെ വചനത്തിന് ചെവി ചായ്ച്ചത് കൊണ്ട് ദൈവം അവരെ പുല്ലായിട്ട്
പൂവായിട്ട് ഉണക്കിക്കളഞ്ഞില്ല, പൂവായിട്ട് ഉതിർന്നു പോകാൻ അനുവദിച്ചില്ല. അവൻ എന്നേക്കും നിലനിൽക്കുന്ന പച്ച പുൽപ്പുറങ്ങളാക്കി സ്വർഗത്തിലെ ദൈവം മോശയെ മാറ്റി, എസ്തേറിനെ മാറ്റി, രൂത്തിനെ മാറ്റി, ഗിദെയോനെ മാറ്റി, യോശുവയെ മാറ്റി, മോശയെ മാറ്റി, ഇസ്ഹാക്കിനെ മാറ്റി, യാക്കോബിനെ മാറ്റി, നിങ്ങളെയും മാറ്റും, നമ്മുടെ ജീവിതത്തെയും മാറ്റും. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം കർത്താവ് വരും. പിന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ പെരുവിറുക്കുന്നവരിലേക്കല്ല നോക്കേണ്ടത്, അവിശ്വസിക്കുന്നവരിലേക്കല്ല നോക്കേണ്ടത്, ശേഷം മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്. നോക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? നോക്കേണ്ടത് സർവകൃപാലുവായ ദൈവത്തിലേക്ക് നോക്കണം. സ്തോത്രം. നമ്മൾ നോക്കേണ്ടത് ജീവനുള്ള കർത്താവിലേക്ക്, സാക്ഷികളുടെ വലിയ സമൂഹത്തിലേക്ക് നോക്കണം. നിങ്ങൾ അനുഭവിച്ചതുപോലെ നിന്നെ അനുഭവിച്ച ഒരു സഹോദരിയല്ലേ ലേയ. നിങ്ങൾ അനുഭവിച്ചതുപോലെ ഒറ്റപ്പെടുത്തലിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ സ്ത്രീയല്ലേ ആ രൂത്ത്. ആമൻ നിങ്ങൾ അനുഭവിച്ചതുപോലെ കഷ്ടതയുടെ തീച്ചൂടുകളിലൂടെ കടന്നുപോയ സ്ത്രീയല്ലേ ആമൻ സ്വതന്ത്രം എസ്തേർ. അവൻ നിങ്ങളുടെ മരുഭൂമി പോലെ, മരുഭൂമിയുടെ അവസ്ഥയിൽ അവൻ ജീവിച്ച സ്ത്രീയല്ലേ അവൻ ദോര. അവൻ സ്വതന്ത്രം ഇതുപോലെ തന്നെ വീടിനകത്ത് ഒറ്റപ്പെട്ട അനുഭവത്തിൽ, അവൻ സ്വതന്ത്ര സഹോദരന്മാർ തള്ളപ്പെട്ട അനുഭവത്തിൽ ജോസഫ് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിൽ പലർക്കും പറയാൻ പറ്റും, ആ ഒരു അനുഭവത്തിലൂടെ ഞാനും കടന്നു പോയതാ. അതുകൊണ്ടാ യോസഫിന്റെയും എസ്തേറിന്റെയും ലേയയുടെയും രൂത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ടതിന് ഈ പച്ചപ്പുൽപ്പുറത്തിൽ ദൈവം നമ്മളെ കടത്തുന്നു. സ്തോത്രം. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നീയുടെ പരിശോധന വരുമ്പം ആമേൻ ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദനോകമിന്റെയും കൂടെ നമ്മളെ ദൈവം നടത്തും. യോബിനെ പോലെ കഷ്ടതയുടെ വലിയ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം ഓർത്തോണം, ആ യോബിൽ നിന്ന് നാം ശക്തി പ്രാപിക്കും, ആ യോബിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പലപ്പോഴും ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ ആ ദാവീദിൽ നിന്ന് അവൻ മനം തിരിയാനും തിരിച്ചറിയാനും യഥാസ്ഥാനപ്പെടാനും ദൈവമായ കർത്താവ് നമ്മയും ധാരാളം വീണ്ടെടുപ്പുകളുള്ള കർത്താവ് അവൻ നമ്മയും വീണ്ടെടുക്കുവാനിടയാകും. സ്തോത്രം. ശിംശോനെ പോലെ ശക്തി നഷ്ടപ്പെട്ട് അവൻ സ്തോത്രം അവൻ ശത്രുവിന്റെ കൈകളിൽ അകപ്പെട്ട സമയത്ത് അവൻ നിലവിളിയുടെ നടുവില് ദൈവം തിരിച്ച ശക്തി പകർന്നു ശത്രുവിന് മുമ്പാകെ നിർത്തിയതുപോലെ നമ്മെ നിർത്തുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. ഇവരുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്ന് നാം അവൻ പഠിക്കണം. അതിനാ പച്ചപ്പുൽപ്പുറങ്ങളിൽ കിടത്തുന്നത്. പലരുടെയും പ്രശ്നം, പലരും പാട്ടുകാരെ കണ്ടു, പ്രാസംഗികരെ കണ്ടു, സഭാഹോള് കണ്ടു, സഭയുടെ കെട്ടിടം കണ്ടു, ആമേ സ്വത ശവക്കോട്ട കണ്ടു, പക്ഷെ ഈ പച്ചപ്പുൽപ്പുറം പലരും കണ്ടില്ല. അതുകൊണ്ട് എന്നതാ ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? അഭയസ്വത്രം ജീവിതത്തിൽ അഭയസ്വത്രം നന്മയും കരുണയും പിന്തുടരുന്ന ഒരു നല്ല ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തി. സ്തോത്രം. ഒരിക്കൽ കൂടി പറയാം, നന്മയും കരുണയും പിന്തുടരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നാം ആഗ്രഹിക്കുന്നെങ്കിൽ, ശത്രുവിന് മുമ്പാകെ മേശയൊരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നാം ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം, നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ നാം കിടക്കുവാൻ തയ്യാറാകണം. അതിൽ നിന്ന് മഞ്ഞനുഭവിക്കുവാൻ, മഴ അനുഭവിക്കുവാൻ, എന്നേക്കും നിലനിർത്തുന്ന ഈ മാരി അനുഭവിക്കുവാൻ നാം തയ്യാറാകണം. അതുകൊണ്ടാ പറയുന്നത്, പുല്ല് വാടിപ്പോകും, പൂവ് ഉതിർന്നു പോകും, എന്റെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആ ദൈവത്തിന്റെ വചനം നാം ഏറ്റെടുത്താൽ പ്രതികൂലത്തെ ജയിച്ച് നമ്മൾ നിലനിൽക്കും, രോഗങ്ങളെ ജയിച്ച് നമ്മൾ നിലനിൽക്കും, കഷ്ടതകളെ ജയിച്ച് നമ്മൾ നിലനിൽക്കും, അഗ്നിപരിശോധനകളെ അതിജീവിച്ച് നിലനിൽക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കുടുംബ പ്രശ്നം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചു ശത്രുവിന്റെ മുമ്പിൽ മേശ പ്രാപിക്കുന്ന അനുഭവത്തിൽ നമ്മൾ വളരാനിടയാകും. ഇല്ലെങ്കിൽ ഏതൊക്കെ പാസ്റ്റർമാര് മാറി മാറി നിങ്ങളുടെ അടുത്ത് സൂമി പ്രസംഗിച്ചാലും, ചർച്ചയിൽ വന്ന് പ്രസംഗിച്ചാലും, വീട്ടിൽ വന്ന് പ്രസംഗിച്ചാലും, എന്റെ പൊന്നു സഹോദരങ്ങളെ, ആമേൻ, ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് നമ്മെ പച്ച പുൽപ്പുറങ്ങളിൽ കിടത്തുകയാണ്.
വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, ആ വചനം ജീവിതത്തിന്റെ ശക്തിയാക്കി മാറ്റണം. ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ദഹിപ്പിക്കണം, ആ ഭക്ഷണം നമ്മുടെ ആരോഗ്യമാക്കി മാറ്റണം. ഇതുപോലെ തന്നെ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, ആ വചനം നമ്മുടെ ജയയാത്രയുടെ ശക്തിയാക്കി മാറ്റണം. സ്തോത്രം. എസ്തേറിനെ ശരിക്ക് വായിച്ച് ദഹിപ്പിക്കണം. സ്തോത്രം. ലേയെ ശരിക്ക് വായിച്ച് ദഹിപ്പിക്കണം. സ്തോത്രം. യോസഫിനെ ശരിക്ക് വായിച്ച് ദഹിപ്പിക്കണം. എന്നിട്ടോ ആ വായിച്ച് ദഹിച്ച വേദഭാഗങ്ങൾ, ആ വായിച്ച് ദഹിച്ച ഉപദേശങ്ങൾ, ആ വായിച്ച് ദഹിച്ച വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ ശക്തിയാക്കി മാറ്റണം. സ്തോത്രം. രണ്ടാമത്, പച്ച പുൽപ്പുറത്ത് കൊണ്ടുപോയി കിടത്തുന്നത് നല്ല ആരോഗ്യത്തിന് വേണ്ടി. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഇന്ന് ഈ സൂമിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾ കുറച്ചു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഒരു 10-60 ദിവസമൊക്കെ ആയെങ്കിൽ പിന്നെ ഐസിയുയിലോട്ട് മാറ്റാം. താമസിയാതെ. ഇതുപോലെയാ ആത്മീയ ജീവിതത്തിന്റെ കരുത്തെന്ന് പറയുന്നത് ചർച്ചിന്റെ വലിപ്പമല്ല, ശവക്കോട്ട അല്ലെങ്കിൽ സെല്ലുകള്, ഇതൊന്നുമല്ല ആത്മീയ ജീവിതത്തിന്റെ കരുത്ത്. അത് ഡോളറോ പണമോ ബാങ്ക് ബാലൻസോ വസ്തുവോ ഒന്നുമല്ല ആത്മീയ ജീവിതത്തിന്റെ കരുത്ത്. സഹോദരം, നമ്മുടെ സഭയിൽ എത്ര ആൾക്കൂട്ടമുണ്ടെന്നുള്ളതല്ല ആത്മീയ ജീവിതത്തിന്റെ കരുത്ത്. നമ്മുടെ സഭയില് പാട്ടുകാര്, കൊയർ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റി, ഇതൊന്നുമല്ല ആത്മീയ ജീവിതത്തിന്റെ കരുത്ത്. വ്യക്തിപരമായി നിങ്ങളോട് പറയാം, ആത്മീയ ജീവിതത്തിന്റെ കരുത്ത് നിങ്ങൾ വേദപുസ്തകം വായിക്കണം, പച്ച പുൽപ്പുറത്തിൽ കിടക്കണം. അതാണ് ആത്മീയ ജീവിതത്തിന്റെ കരുത്ത് തരുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മിന്നലെ പോലെ ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു. അതിലൊരു കുഞ്ഞു സാക്ഷ്യം ഞാൻ ഓർമ്മിപ്പിക്കാം. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സമയം വന്നു. വാടക കൊടുക്കാനില്ല. ചർച്ചിന്റെ വാടകയൊക്കെ കൊടുക്കുന്നുണ്ട്, വാടക വീടിന്റെ വാടക കൊടുക്കാനില്ലാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു സമയം വന്നു. ആ സമയം വന്നപ്പം ഞാനിപ്പം നിന്ന് ഈ മെസ്സേജ് പറയുന്ന ഈ സ്ഥലത്തിന്റെ താഴെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുക്കാൻ പൈസയില്ല. 50 പൈസയുടെ തൊട്ട് ജനാലയ്ക്കകത്തൂടെ അകത്തേട്ടെറിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് അഡ്വാൻസ് ആയിട്ട് ദൈവം ഏറ്റെടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കാനുള്ള ക്രമീകരണം ചെയ്തു തരണം. സ്തോത്രം. ഞാൻ അങ്ങനെ 50 പൈസയുടെ നാണയം അകത്തോട്ട് എറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കൃപയാല് ഇതിന്റെ ഉടമസ്ഥൻ അഡ്വാൻസ് ഒന്നും ചോദിച്ചില്ല. 1 വർഷത്തേക്ക് വാടക കൂടാതെ താമസിക്കാനുള്ള അനുമതിയും തന്നു. അതിനുശേഷം ഏകദേശം 10 വർഷത്തോളം 7 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചു. സ്വന്തം. എന്നാൽ അതിനുശേഷം ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ ദൈവം സഹായിച്ചു. ഇതിന് മുകളിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഹോള് പിടിക്കാൻ ദൈവം സഹായിച്ചു. സ്വന്തം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ദൈവത്തെ നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മളെ വളർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും പ്രസ്ഥാനങ്ങളല്ല, പണമല്ല, സാധ്യതകളല്ല, മറിച്ച് പച്ച പുൽപ്പുറത്തിൽ നിന്ന് നാം വിശ്വാസം പ്രാപിക്കണം. പച്ച പുൽപ്പുറത്തിൽ നിന്നും ഉപദേശം പ്രാപിക്കണം. പച്ച പുൽപ്പുറത്തിൽ നിന്നും ശക്തി പ്രാപിക്കണം. ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച യാക്കോബിനെ 2 കൂട്ടമാക്കി പെരുക്കിയ ഒരു ദൈവമുണ്ട്. ഒരു സ്വപ്നം മാത്രം കൈമുതലായിട്ട് ഇറങ്ങിത്തിരിച്ച യോസഫിനെ കയ്യിൽ മുദ്രാമോതിരം അണിയിച്ച് ദേശത്തിന്റെ അധിപതിയാക്കിയ ഒരു ദൈവമുണ്ട്. സ്വത്രം. കൊട്ടാര വാതിക്കലിരുന്ന മൊർദെഖായിയെ സ്വത്രം മുദ്രാമോതിരം അണിയിച്ച് തന്റെ ജനത്തിന്റെ രക്ഷകനാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവം
നമ്മളെ വളർത്തുന്നത് പരാജയപ്പെടുത്താനല്ല, നിരാശപ്പെടുത്താനല്ല, സങ്കടപ്പെടുത്താനല്ല. പച്ചപ്പുൽപ്പുറങ്ങളിൽ നിന്ന് ശക്തി പ്രാപിച്ചാലേ മുമ്പോട്ട് കാലുറപ്പിച്ച് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ മാറും. ഇന്ന് കാണുന്ന കൂട്ടുകാര് മാറും, ഇന്ന് കാണുന്ന സ്നേഹിതര് മാറും, ഇന്ന് കാണുന്ന സാമ്പത്തിക വഴികൾ അടയും, ഇന്ന് കാണുന്ന പല മേഖലകളിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും വരും, ആരോഗ്യമൊക്കെ ചിലപ്പോ പോകും. എന്നാൽ ആ സമയത്തൊക്കെ പച്ച പുൽപ്പുറത്തിൽ നിന്ന് പ്രാപിച്ച ശക്തി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും. അവിടെ നിന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സ്വതന്ത്രം. അടുത്തത് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. ശ്രദ്ധിച്ച് കേൾക്കണേ. ശരിക്കും ദൈവവചനം ക്രിയ ചെയ്യുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നാലേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി സജീവമായി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ശൗൽ രാജാവിന് പറ്റിയതുപോലെയാവും. ആത്മാവ് മാറിയതും വേറെ ആത്മാവ് കീറിയത് പോലും നമ്മൾ അറിയത്തില്ല. ശരിയായ ദൈവവചന പഠനത്തിന് ശേഷം, പഠനത്തോടൊപ്പം തമ്പുരാൻ തരുന്ന ആത്മ നിറവാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മെ ഉദ്ദീപിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഓർമ്മിപ്പിക്കാം. വചനം പ്രാപിക്കാതെ അല്ലെങ്കിൽ വചനത്തിന്റെ നിറവില്ലാതെ അന്യഭാഷയോ പ്രവചനമോ അവൻ വെളിപ്പാടോ ദർശനമോ ഒക്കെ കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, വചനം പ്രാപിച്ചില്ലെങ്കിൽ, വചനം മനസ്സിലാക്കിയില്ലെങ്കിൽ, വചനം നമ്മുടെ അകത്ത് വന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ നാം അനുവദിക്കുന്നില്ലെങ്കിൽ, യൂദായ്ക്ക് സംഭവിച്ചതുപോലെ, ശൗലിന് സംഭവിച്ചതുപോലെ, അനന്യാസിനും സഫീരായ്ക്കും സംഭവിച്ചതുപോലെ, ദേമാസിന് സംഭവിച്ചതുപോലെ, അലക്സാന്ദ്രസിനും കൂമനീസിനും സംഭവിച്ചതുപോലെ, ഗലാത്യ സഭ കൃപയിൽ നിന്ന് മാറിപ്പോയതുപോലെ നമ്മളും ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, വീണു പോകാൻ സാധ്യതയുണ്ട്, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം. കർത്താവ് പറഞ്ഞു, സ്നാനപ്പെടുത്തിയിട്ട് അവരെ ശിഷ്യരാക്കണമെന്ന്. ഞങ്ങളുടെ കർത്തൃദാസന്മാരെ എല്ലാം ഉപദേശിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. തിരുമേശ എല്ലാവർക്കും എടുക്കാനുള്ളതല്ല. തിരുമേശ എന്ന് പറയുന്നത് കർത്താവ് ആർക്കേൽപ്പിച്ചതെന്നറിയാമോ? ആമേൻ. കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർക്ക് നൽകി. ദൈവവചനം നന്നായി പഠിക്കാൻ മനസ്സുള്ളവർ വേണം അതിൽ കൈ നീട്ടാൻ. ദൈവവചനം പഠിക്കാൻ മനസ്സുള്ളവർ അതിൽ നിന്ന് കൈ നീട്ടിയാൽ അത് അനുഗ്രഹപാത്രമാണ്. ആമേ. അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളോടായിട്ട് ഞാൻ വിളിച്ചു പറയാം, അത് അനുഗ്രഹപാത്രമായി കർത്താവിന്റെ മേശ മാറണമെങ്കിൽ അത് ശിഷ്യന്മാർക്കേ മാറത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് ശിക്ഷാവിധിക്ക് കാരണമാകും. വചനം വ്യക്തമായി പറയുക, തന്നെ ശോധന ചെയ്തിട്ട് വേണം അത് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ. അല്ല ഞാൻ സ്തോത്രം. വചനം പഠിക്കുന്ന കാര്യത്തിനകത്ത് ഒരു ക്രിസ്ത്യാനിയുടെ രൂപം വചനത്തിലൂടെ ഏറ്റെടുത്താൽ നമ്മളിൽ വരുന്ന ആത്മനിറവ് പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് ആദ്യമേ എന്നാ ചെയ്തത്? ആത്മാവിനെ കൊടുത്തിട്ട് രൂപം ഉണ്ടാക്കുക അല്ല ചെയ്തത്. ആദ്യമേ അവനൊരു രൂപം ഉണ്ടാക്കി, അതിനുശേഷം അതിനകത്ത് ആത്മാവിനെ ഊതി. ഇതുപോലെയാ യേശു കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടു നടന്ന 3.5 വർഷം എന്താണ് ക്രിസ്ത്യാനി എന്നുള്ളതിന്റെ രൂപമുണ്ടാക്കി. അതിനുശേഷം യേശു പറഞ്ഞു, പോയി കാത്തിരിക്കൂ, അകത്തേക്ക് അത് നിങ്ങളെ സജീവമാക്കുന്ന ആത്മാവിനെ ഞാൻ ഊതാം. ദൈവമക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമാകണമെങ്കിൽ അതിന്റെ റൂട്ടുണ്ട്.
സ്വതം ആ റൂട്ട് ദൈവവചനമാകുന്ന പച്ചപ്പുൽപ്പുറത്തിൽ കിടന്ന് അത് അനുഭവിക്കുക. അതിനുശേഷം ഇടയൻ തന്നെ എങ്ങോട്ട് കൊണ്ടുവരും? സ്വസ്ഥതയുള്ള ജലാശയത്തിലേക്ക്. സ്വതം ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് എന്റെ കർത്താവിന് അറിയാൻ കേട്ടോ. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ശിംശോന്റെ മേൽ ആത്മാവിനെ പകരേണ്ടത് എപ്പോഴാണെന്ന്, ദാവീദിന്റെ മേൽ ആത്മാവിനെ പകരേണ്ടത് എപ്പോഴാണെന്ന് പഴയ നിയമത്തിനകത്ത് ഭക്തന്മാര് ചിലര് ആ ആത്മസാന്നിധ്യം അനുഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പുതിയ നിയമ ഭക്തന്മാര് തിരിച്ചറിയണം, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല. ആ പരിശുദ്ധാത്മാവ് കാഭാഗവേ അരഭാഗവേ ഉള്ളെന്നല്ല. നാം വചനത്തിൽ വളരുന്നതിനനുസരിച്ച് ആത്മശക്തി മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഒഴുകുവാനിടയാണ്. സ്തോത്രം. ഇവിടെ കർത്താവ് കൊണ്ടുവരുന്നത് സ്വസ്ഥതയുള്ള ജലാശയത്തിലേക്ക്. എനിക്കറിയാം നിങ്ങൾ ഫോൺ മ്യൂട്ടാണെന്നറിയാം, എങ്കിലും എന്നോട് ചേർന്ന് ഒരു വാക്ക് പറഞ്ഞേ, സ്വസ്ഥതയുള്ള ജലാശയം. പറഞ്ഞാട്ട് എല്ലാരും പറഞ്ഞാട്ട്, സ്വസ്ഥതയുള്ള ജലാശയം. പറഞ്ഞാട്ട്, സ്വസ്ഥതയുള്ള ജലാശയം. പറഞ്ഞേ, സ്വസ്ഥതയുള്ള ജലാശയം. സ്വതം. ശ്രദ്ധിക്കണേ, ഈ സ്വസ്ഥതയുള്ള ജലാശയത്തിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ ഈ വെള്ളത്തിൽ കാണാം. സ്വസ്ഥതയുള്ള വെള്ളത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് നമ്മളെ നന്നായി കാണാവുന്ന, ആ വെള്ളത്തിൽ നമുക്ക് പലതും കാണാം. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെ, ഇളകി മറിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ നോക്കിയാൽ ഒന്നും കാണാൻ ഒക്കത്തില്ല. ചെളിയൊക്കെ പൊങ്ങിക്കിടക്കുന്ന, ചേറ് പൊങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ ഒന്നും കാണാൻ ഒക്കത്തില്ല. ഇവിടെ കർത്താവ് പറയുക, ഞാൻ എന്റെ ആടുകളെ എങ്ങോട്ടാ കൊണ്ടുവരുന്നത് അറിയാമോ? സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്. കുഞ്ഞുങ്ങളെ, എന്തിനാ ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരുന്നതെന്ന് അറിയാവോ? കൊണ്ടുവരുന്നത് ആമേൻ ഒറ്റ കാര്യത്തിനാ, 3 കാര്യത്തിനാ. അതിലെ പ്രധാന കാര്യം പറയാം. ആ കാര്യം ശരിയായാലേ ബാക്കി 2 കാര്യവും ശരിയാകും. പ്രധാന കാര്യം, നമ്മളെ കാണണം. ഈ വെള്ളത്തിനരികിലേക്ക് വരുമ്പോൾ അതാ പറയാ, പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധം വരുത്തും. നാം അതിന്റെ അടുക്കിലേക്ക് വരുമ്പം ശരിക്കും നമ്മളെ കാണും. യെശയ്യാ പ്രവാചകൻ ആ സ്വസ്ഥതയുള്ള ആ വെള്ളത്തിനരികിലേക്ക് യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് തന്നെ കണ്ടിട്ട് പറയുകയോ, അയ്യോ, അതിനു മുമ്പ് താൻ പലരെയും വിധിച്ചു, പലരെ കുറിച്ചും പലതും പറഞ്ഞു. പക്ഷേ സ്വതന്ത്രം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിന്റെ തേജസ്സിനാൽ ആ ആലയം നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ താൻ ആ വെള്ളത്തിൽ, താൻ ആ തേജസ്സിൽ തന്നെ കണ്ടെങ്കിൽ, ഒന്നാമത് കാണേണ്ടത് കുഞ്ഞെ പാസ്റ്ററയല്ല, ഒന്നാമത് കാണേണ്ടത് പാസ്റ്റർമാമേനെയല്ല. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മറ്റുള്ളവരെ കാണാൻ നോക്കുന്നവരാ. വിശ്വാസികളെ കാണ്, സഹോദരങ്ങളെ കാണ്, ഭർത്താവിനെ കാണ്, കുഞ്ഞുങ്ങളെ കാണ്, അയൽക്കാരെ കാണ്. അല്ല കേട്ടോ, ശരിയായ ആത്മനിറവ് വരുന്നത് നമ്മളെ തന്നെ ശരിക്കൊന്ന് കാണാൻ. അതല്ലേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പടകൽപ്പം ഒന്ന് മാറ്റ്. ആ പടകൽപ്പം ഒന്ന് മാറ്റിയതിന് ശേഷം കർത്താവ് പത്രോസിനെ ശരിക്ക് ആ സ്വസ്ഥതയുള്ള വെള്ളത്തിൽ അവനെ കാണിച്ചു. അപ്പൊ പത്രോസ് എന്നാ പറഞ്ഞത്? അയ്യോ, ഞാൻ പാപിയാ. ആ വെള്ളത്തിൽ പത്രോസിനെ തന്നെ കണ്ടപ്പോ പത്രോസ് സമ്മതിച്ചു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഒരിക്കൽ കൂടി പറയാം സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അത് എങ്ങനെയാ അറിയോ? ഞാൻ വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവ് പാപബോധം തരും. മറ്റൊരാളെ വിധിച്ചത്, മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടിയത്, മറ്റൊരാളെ പരിഹസിച്ചത്, അവരെ ചതിച്ചത്, അവരെ വഞ്ചിച്ചത്, അവരിൽ നിന്ന് മോഷ്ടിച്ചത്, അവരിൽ നിന്ന് കവർന്നത്, ദുഷ്ടചിന്തകൾ, ഇതിനെക്കുറിച്ചെല്ലാം ആത്മാവ് ബോധം വരുത്തും. അങ്ങനെ ബോധം വരുത്താത്ത ഒരാത്മാവ് പരിശുദ്ധയാത്മാവല്ല.
ആ ബോധം വരാത്ത പ്രവാചകനും, ആ ബോധം വരാത്ത വെളിപ്പാടുകാരും, ആ ബോധം വരാത്ത ശുശ്രൂഷകരും, ആ ബോധം വരാത്ത അന്യഭാഷ പറയുന്നവരും, അവരെല്ലാവരും അറിയണം ശരിയായ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഒന്നാമത് ചെയ്യുന്നത് നമ്മളെ തന്നെ കാണിക്കും. മരുമകളോട് എങ്ങനെയാ ഇടപെടുന്നേ? അമ്മാവി അമ്മയോട് എങ്ങനെയാ ഇടപെടുന്നേ? ഭർത്താവിനോട് എങ്ങനെയാ സംസാരിക്കുന്നേ? ഭാര്യയോട് എങ്ങനെയാ സംസാരിക്കുന്നത്? ദൈവദാസന്മാരെ കുറിച്ച് വീടിനകത്ത് എന്നതാ അവൻ പറയുന്നേ? സ്വതന്ത്രം. അവരെയും ഇവരെയും എങ്ങനെയാ നമ്മള് വിധിയിടുന്നത്? ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഓർമ്മ വരുത്തും. യേശുവിന്റെ അടുക്കൽ ശമര്യക്കാരി സ്ത്രീ വന്നു. ശമര്യക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ, ആ വെള്ളം ഞാൻ നിനക്ക് തരാം. ആ വെള്ളത്തിന് മുമ്പിൽ അവളെ തന്നെ കർത്താവ് കാണിച്ചു. ഞങ്ങൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. ഈ വെള്ളം നമ്മെ തന്നെ കാണിക്കുന്നതാ. ഒരിക്കൽ കൂടി വിളിച്ചു പറയാ, നമ്മുടെ വാക്കിലെ കുറവ്, നമ്മുടെ ചിന്തകളിലെ കുറവ്, നമ്മുടെ പെരുമാറ്റത്തിലെ കുറവ്, നമ്മുടെ സംസാരത്തിലെ കുറവ്, നമ്മുടെ ജീവിതത്തിലെ കുറവ്, അതെല്ലാം കാണിച്ചു തരുന്നതാണ് സ്വതന്ത്രം ഈ വെള്ളം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, സക്കായിയുടെ ജീവിതത്തിൽ സക്കായിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞില്ലേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നെന്ന്? അത് പറയാനുള്ള കാരണം എന്നായിരുന്നു? പറയാനുള്ള കാരണം എന്റെ യേശു കർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേ ആ സ്വസ്ഥതയുള്ള വെള്ളത്തിൽ അവനെ കണ്ടു. ഞാൻ വഞ്ചിച്ചെടുത്തത്, കവർന്നെടുത്തത് ഞാൻ മടക്കി കൊടുക്കാം. ഈ സ്വസ്ഥതയുള്ള വെള്ളം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സക്കായിക്ക് വന്നതുപോലെ നമുക്ക് അനുതാപം വരും. പത്രോസിന് അനുതാപം ഉണ്ടായതുപോലെ, ശയ്യാവിന് അനുതാപം ഉണ്ടായതുപോലെ നമുക്ക് അനുതാപം വരും, മാനസാന്തരം വരും, പാപം സമ്മതിക്കും. ഒന്ന് നമ്മളെ കുറിച്ച് ദൈവം കാണിച്ചു. എന്തിനാണെന്നറിയാമോ? പലപ്പോഴും ഇത് കാണിച്ചു തരുന്നതിന്റെ കാരണം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ പലരെയും കയറി കണ്ടമാനം അങ്ങ് വിധിക്കും. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ബോധമില്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ കണ്ടമാനം അങ്ങ് നിരാശപ്പെടുത്തും, മറ്റുള്ളവരെ കണ്ടമാനം അങ്ങ് വേദനിപ്പിക്കും. ഓർത്തോണം, നിൽക്കുന്നത് കൃപയാല, കൃപയാല, കൃപയാല. സ്തോത്രം. നമ്മളെ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുത്തും. കുഞ്ഞെ, മറ്റുള്ളവരുടെ നേരെ വിരൽ കൊണ്ടുപോ, നീ നിന്നെ കുറിച്ചൊന്ന് ഓർക്കണം കേട്ടോ. മറ്റുള്ളവരെ വിധിക്കുമ്പോ നീ നിന്നെ കുറിച്ചൊന്ന് തിരിച്ചറിയണം കേട്ടോ. നിന്റെ കഴിഞ്ഞ കാലങ്ങൾ നീ മറന്നു പോകരുത് കേട്ടോ. തമ്പുരാൻ അത് ഓർമ്മപ്പെടുത്തും. എന്തിനാണെന്നറിയാമോ? അത് ഓർമ്മ വരുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർക്ക് വലം കൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർക്ക് കൂട്ടായ്മ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരെ പിടിച്ചുയർത്താൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരോട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെയും നമ്മുടെ കൂട്ടത്തിൽ നിർത്തി ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഭർത്താവിനെ ഉൾക്കൊള്ളണമെങ്കിൽ, ഭാര്യയെ ഉൾക്കൊള്ളണമെങ്കിൽ, മക്കളെ ഉൾക്കൊള്ളണമെങ്കിൽ, സഹോദരങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ മറന്നു പോകരുത് നമ്മൾ ആരായിരുന്നു എന്നുള്ളത്. ഭാര്യ അറിഞ്ഞു കാണത്തില്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ, ഭർത്താവ് അറിഞ്ഞു കാണത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം. സ്തോത്രം. മാതാപിതാക്കൾ അറിഞ്ഞു കാണത്തില്ല, സ്തോത്രം. സഭയിലെ മറ്റുള്ളവർ അറിഞ്ഞു കാണത്തില്ല, പക്ഷെ തമ്പുരാൻ അറിയാം, പരിശുദ്ധാത്മാവിനറിയാം. സ്വസ്ഥതയുള്ള വെള്ളത്തിന്, ഇപ്പൊ ഭാഷ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് നടത്തുന്നാണല്ലോ പറഞ്ഞേ. എന്നിട്ടുള്ള സ്വസ്ഥത മുഴുവൻ പോരെ. സ്തോത്രം. സ്വസ്ഥത കളയാനല്ല കേട്ടോ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് താഴ്മ ഉണ്ടാകത്തുള്ളൂ, വിനയം ഉണ്ടാകത്തുള്ളൂ, പരിശുദ്ധാത്മാവിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. കുലമഹിമ പറയുന്നതിനെ ലജ്ജിപ്പിക്കുക കുലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഉണ്ടെന്ന് പറയുന്നതിനെ ഇല്ലായ്മപ്പെടുത്തുക ദൈവം ഏതുമില്ലാത്ത നമ്മളെ തെരഞ്ഞെടുത്തു. ഓർത്തോടെ നാം ബലഹീനമായിരുന്നു, കുലമഹിമയില്ലാത്തതായിരുന്നു, ഏതുമില്ലാത്തതായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് മറന്നു പോകാതിരിക്കാനാ പരിശുദ്ധാത്മാവ് പാപബോധം തരുന്നു. 2, ഈ വെള്ളത്തിൽ നമുക്ക് നമ്മുടെ ഇടയനെ കാണാം. യേശു പറഞ്ഞു,
ഭാരപ്പെടണ്ട. താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്നവരുടെ സകല പാപത്തിന്റെയും അവൻ പരിഹാരം യേശു കർത്താവ്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്ന ഏവരെയും രക്ഷിപ്പാൻ എന്റെ കർത്താവ് പൂർണ്ണമായും പ്രാപ്തനാകട്ടോ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോണം. ഈ ഇടയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം, ഈ ഇടയിൽ നമ്മുടെ വീഴ്ചകളുടെ പരിഹാരമോ ഈ മഹാപുരോഹിത് നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതനാ. ഈ മഹാപുരോഹിതൻ ആലയമാണ്, പുരോഹിതനാണ്, യാഗമാണ്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധി പക്ഷപാതം ചെയ്യുകയാ. അവൻ അവളെന്റെ രക്തത്തിൽ ആശ്രയിച്ചതാ, അവൻ എന്റെ നാമത്തിൽ ആശ്രയിച്ചത്, അവനെ ക്രൂശിലെ യാഗത്തിൽ ആശ്രയിച്ചതാ. അതുകൊണ്ട് ആ പാപം മാറ്റണം. അവന്റെ മേലെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കണം. പലപ്പോഴും ശത്രുവിനോട് മുഷിഞ്ഞ വസ്ത്രം കാണിച്ച് ദൈവസന്നിധിയിൽ ബാധിക്കുമ്പോൾ ദൈവം വിളിച്ചു പറയും, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയ എന്ന് പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തി വിശേഷ അംഗീകരിപ്പിക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. ആ വെള്ളത്തിൽ നമുക്ക് ആ ഇടയനെ കാണാം. അവൻ ആ ഇടയൻ നമ്മുടെ വീണ്ടെടുപ്പാണ്, ആ ഇടയൻ നമ്മുടെ രക്ഷയാണ്, ആ ഇടയൻ നമ്മുടെ അനുഗ്രഹമാണ്. ഒന്ന്, നമുക്ക് നമ്മളെ കാണാം. രണ്ട്, നമ്മെ ബലപ്പെടുത്തുന്ന യേശുവിനെ കാണാം. എന്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. എന്റെ അർത്ഥം, കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ പാപവും വീഴ്ചയും എല്ലാം നീ സമ്മതിച്ചാൽ, ലംഘനം മറച്ചു വയ്ക്കുന്നവന് സുഖം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. സ്തോത്രം. അങ്ങനെ ഏറ്റു പറയുന്നവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്. അവൻ ആ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി വ്യവഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ പ്രാഗൽഭ്യം, അതാ പിശാച് നമ്മളെ തകർക്കാത്തതിന്റെ കാര്യം, അതാ നമ്മുടെ കാലം ഉറപ്പിച്ചു മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ കാര്യം. നമ്മൾ മിടുക്കന്മാരും മിടുക്കിമാരുമായതുകൊണ്ടല്ല, യേശു നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി, എന്റെ രക്തം അവർക്ക് വേണ്ടി അല്ലായിരുന്നോ, ഞാൻ ഏറ്റ അടി അവന് വേണ്ടി അല്ലായിരുന്നോ, ഞാൻ ആ ക്രൂശിൽ കിടന്നത് അവന്റെ പാപം ചുമന്നുകൊണ്ടല്ലേ എന്ന് പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാ. ഞാൻ യാഗമായത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറാനല്ലേ, അവന് ഉത്സവ വസ്ത്രം കൊടുക്കാനല്ലേ, ഞാൻ ബന്ധിക്കപ്പെട്ടത് അവനെ സ്വതന്ത്രനാക്കാനല്ലേ, ഞാൻ മുൾമുടിയേറ്റത് അവന്റെ തല ഉയരാനല്ലേ എന്ന് കർത്താവ് പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്യുകയാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് വരുമ്പോ ഇന്ന് നമ്മൾ നിൽക്കുന്ന നീതി എന്റെ കർത്താവ്. ഇന്ന് നമ്മുടെ നീതി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്. അവസാനത്തെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം. ഭാവിയെ കുറിച്ച് ബോധം വരുത്തും. ശരിക്കും പരിശുദ്ധാത്മാവ് ശരിയായ ദൈവവേദനയോട് ഞാൻ വിളിച്ചു പറയാം, ശരിയായ ഈ ഇടയൻ നടത്തുന്നവരോട് നമ്മളെല്ലാം തമ്മിൽ ഒരു ഓമന പേര് ചൊല്ലി വിളിക്കും കേട്ടോ, ഒരു ഓമന പേര് ചൊല്ലി. നമ്മുടെ ഭാവി അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവം, ആമേൻ, യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവം, ശിമോനെ പത്രോസ് ആക്കിയ ദൈവം. ആ ദൈവത്തിന് നമ്മളെ കാണുമ്പോഴേ നമ്മളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട്. പരിശുദ്ധാത്മാവ് ആ പ്രോജക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുമോ? ഒരിക്കൽ കൂടി പറയോ, അവൻ യോസഫിന് സ്വപ്നം കൊടുത്തതുപോലെ, യോശുവയുടെ അകത്തൊരു തീരുമാനം കൊടുത്തതുപോലെ, ഏലിയാവിന്റെ അകത്തൊരു തീരുമാനം കൊടുത്തതുപോലെ, ശമൂലിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ആ ശബ്ദം വെളിപ്പെട്ടതുപോലെ നമ്മുടെ ഭാവി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂത് സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ വെളിപ്പാടിലൂടെയോ പ്രവാചകരിലൂടെയോ ദൈവം പരിശുദ്ധാത്മാവിനാൽ നൽകി തരും. അതിൽ നമ്മൾ സാധാരണ മനുഷ്യരല്ല, നമ്മൾ ദൈവ മനുഷ്യരാണ്. നിങ്ങളുടെ ഭാവി അറിയാൻ നിങ്ങൾ വെളിച്ചപ്പാടത്തിയുടെ പുറകെ പോകണ്ട. നിങ്ങളുടെ ഭാവി അറിയുവാൻ നിങ്ങൾ ലക്ഷണക്കാരുടെ പുറകെ പോകണ്ട. ആടുകളോട് ഇടയൻ സംസാരിക്കും. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കും. അവൻ ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്നവരോട് വിളിച്ചു പറയാം, അവൻ ഉളവാകുന്നതിന്
മുമ്പേ സകലത്തെയും ആരാഞ്ഞറിഞ്ഞ കർത്താവ്, അപസ്വരം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്ന കർത്താവ് നമ്മുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തരും. അതാ പത്രോസ് കാരാഗ്രഹത്തിൽ സ്വസ്ഥതയോടെ ഉറങ്ങിയതിന്റെ കാരണം, അതാ യോഹന്നാനെ ആർക്കും തകർക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണം, അതാണ് യോസഫ് എത്തിച്ചേരേണ്ട മണ്ഡലത്തിൽ എത്തിച്ചേർന്നതിന്റെ കാരണം, അതാണ് മോശ ശക്തമായ ശുശ്രൂഷ തികച്ചതിന്റെ കാരണം, അതാണ് അബ്രഹാം ഒരു ചരിത്രമായി മാറിയതിന്റെ കാരണം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോടോ. നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം പറഞ്ഞു തരും. പൗലോസ് തന്റെ യാത്രയിൽ കപ്പല് തകരുമ്പോഴും അണലി തന്റെ കൈക്ക് ചുറ്റുമ്പോഴും പൗലോസിന് ഒരു പേടിയില്ല. എന്നാ കാര്യം? പണ്ട് പറഞ്ഞ ഒരു ദൂതുണ്ട്, താന് റോമിൽ നിൽക്കേണ്ടതാകും, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ദൂതുണ്ടെങ്കിൽ ദൈവം ഇതല്ലേ സ്വതന്ത്രം അതാ പറയാ, പരിശുദ്ധാത്മാവിന്റെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നടക്കും. ഒന്ന്, നമ്മെ കുറിച്ച് തിരിച്ചറിയും. രണ്ട്, നമ്മുടെ നീതിയായിരിക്കുന്ന ഇടയനെ നമ്മൾ കാണും. മൂന്ന്, നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം പ്രവചിക്കും. നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച്, നിങ്ങളുടെ തലമുറയെ കുറിച്ച്, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ജോലിയെ കുറിച്ച് ദൈവം വ്യക്തമായി പ്രവചിക്കും. ഒരിക്കൽ കൂടി വിളിച്ചു പറയാ, ചോദിച്ചു കൊള്ളുവേ, മഹത്തായ അഗോചരമായ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ്. അവൻ സ്വതന്ത്രം ആമേൻ. ആ വാഗ്ദത്തങ്ങൾ നമുക്കും ആമേനെന്നാകയാ. ചോദിക്കാൻ നിങ്ങൾ തയ്യാറായ ദൈവം മഹത്തായ അഗോചരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനിടയാക്കി ഉളവാകുന്നതിന്